സൗദി അറേബ്യയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. നിയമലംഘകരില്ലാത്ത നാട് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് 3 മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പ് നടപടിക്ക് സൗദി തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 29-നാണ് പൊതുമാപ്പ് പ്രാബല്യത്തിലെത്തുന്നത്. ഏഷ്യൻ പര്യടനം വെട്ടിച്ചുരുക്കി ഭരണാധികാരി സൽമാൻ രാജാവ് റിയാദിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഉപകിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. തൊഴിൽ നിയമലംഘകർ, ഒളിച്ചോടിയതായി തൊഴിലുടമ പരാതി നൽകി ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടവർ, ഹജ്ജ് ഉംറ വിസകളിലെത്തി കാലാവധി കഴിഞ്ഞും മടങ്ങാത്തവർ, കാലാവധി കഴിഞ്ഞ സന്ദർശക വിസയിൽ കഴിയുന്നവർ എന്നിവർക്ക് പിഴയും ശിക്ഷയുമില്ലാതെ രാജ്യം വിടാനുള്ള അവസരമാണ് പൊതുമാപ്പിലൂടെ ലഭിക്കുക. ഈ മാസം 29 മുതൽ 90 ദിവസം പൊതുമാപ്പ് പ്രാബല്യത്തിലുണ്ടാകും. പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്ക് സൗദിയിൽ വീണ്ടും തൊഴിൽ തേടുന്നതിന് വിലക്കില്ലെന്ന് പാസ്പോർട്ട് വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2013 സൗദി അറേബ്യ ഇതുപോലെ തന്നെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് 11 ലക്ഷത്തിലധികം വിദേശികളാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയത്. രാജ്യത്ത് 55 ലക്ഷം വിദേശികൾ ഇപ്പോഴും നിയമലംഘകരായി കഴിയുന്നുണ്ടെന്ന് അടുത്തിടെ ഒരു ശൂറ കൗൺസിൽ അംഗം വെളിപ്പെടുത്തിയിരുന്നു. രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് നിയമലംഘകരല്ലാത്തവർ രാജ്യം വിട്ടു പോകാനുള്ള പൊതുമാപ്പ് പദ്ധതി സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഐപ്പുവള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഇറാഖിലെയും സിറിയയിലെയും IS തീവ്രവാദികളെ നേരിടുന്നതിന് അമേരിക്ക കുവൈറ്റിനെ പ്രധാന താവളമാക്കുന്നു. ഇതിന്റെ ഭാഗമായി 1000 സൈനികരെ അമേരിക്ക ഉടൻ കുവൈറ്റിലേക്ക് അയക്കുമെന്ന് പെന്റഗൺ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത് കുവൈറ്റ് അധികൃതരും സ്ഥിരീകരിച്ചു. ISനെ നേരിടുന്നതിനോ കുവൈത്തിനെ പ്രധാന താവളമാക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പദ്ധതിയൊരുക്കുന്നു. ഇതിന്റെ ഭാഗമായി 1000 സൈനികരെ ഉടൻ കുവൈത്തിലേക്ക് അയക്കുമെന്നാണ് പെന്റഗൺ വൃത്തങ്ങൾ കഴിഞ്ഞ വാരം വെളിപ്പെടുത്തിയത്. ഇക്കാര്യം കുവൈത്ത് അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുവൈത്ത് താവളമാക്കി IS താവളങ്ങളെ തകർക്കുന്നതിനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് US കോൺഗ്രസിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇറാഖിലും സിറിയയിലും IS ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് കുവൈത്തിനെ പ്രധാന താവളമാക്കുന്നതായി അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാഖിലേക്കും സിറിയയിലേക്കും കുവൈത്ത് താവളമാക്കി പോർവിമാനങ്ങളെ അയക്കുന്നത് ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടാതെ പ്രാദേശിക തലത്തിൽ സഖ്യകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന IS വിരുദ്ധ പോരാട്ടങ്ങൾക്കും കൂടുതൽ സഹായമാകുമെന്നാണ് കരുതുന്നത്. IS തീവ്രവാദികൾ കൂടുതലായി തമ്പടിച്ചിരിക്കുന്ന ഇറാഖിനും സിറിയയ്ക്കുമിടെ സ്ഥിതി ചെയ്യുന്ന കുവൈത്ത് കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഫലപ്രദമായ പോരാട്ടങ്ങൾക്കാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. നിലവിൽ ഇറാഖിൽ 5500 US സൈനികരും സിറിയയിൽ 1000 US സൈനികരുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെയാണ് 1000 സൈനികരെ കൂടി കുവൈത്തിലേക്ക് അയക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ആരോഗ്യ ടൂറിസം രംഗത്ത് അറബ് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഒമാൻ 7ാം സ്ഥാനത്ത്. ലോകരാഷ്ട്രങ്ങളിൽ ഒമാൻ 35ാം സ്ഥാനത്താണെന്നും മെഡിക്കൽ ടൂറിസം ഇൻഡെക്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മെഡിക്കൽ ടൂറിസം സംവിധാനങ്ങൾ, മികച്ച സേവനം, ആരോഗ്യാന്തരീക്ഷം, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് എന്നിവ പരിഗണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ ചെലവിൽ ചികിത്സ നടത്താൻ സാധിക്കുന്നു എന്നതാണ് ഒമാനിലെ ആരോഗ്യ ടൂറിസത്തെ വേറിട്ടതാക്കുന്നത്. സഞ്ചാരികൾ കൂടുതൽ എത്തുന്ന ഒമാനിൽ അത്യാഹിതങ്ങളിലും മറ്റും ഇവർക്കുള്ള മികച്ച ചികിത്സ ലഭ്യമാക്കാൻ മികച്ച സംവിധാനങ്ങളാണുള്ളത്. കഴിഞ്ഞ വർഷം 2 ലക്ഷത്തിൽ പരം സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. ഇവർക്ക് നൽകിയ ഉയർന്ന ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നുവെന്നും MTI പറയുന്നു. ഒമാൻ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കുന്ന വിഷൻ 2050ന്റെ ഭാഗമായി 10,000 ഹെൽത്ത് സെന്ററുകളാണ് മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ മേഖലകൾ കൂടി ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ ഏറ്റവും നൂതനമായ ചികിത്സാ സംവിധാനങ്ങളും രാജ്യത്ത് കൊണ്ടുവരും. ഇത് ആരോഗ്യ ടൂറിസം രംഗത്ത് രാജ്യത്തിന് വലിയ വളർച്ചയേകും. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. GCC രാജ്യങ്ങൾ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് കുവൈറ്റ് വാർത്താവിതരണ മന്ത്രി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരവും പുരോഗതിയും ലക്ഷ്യമാക്കി ചെറുകിട വൻകിട ടൂറിസം പദ്ധതികൾക്ക് സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അൽ മുബാറക് അൽ സബ ആവശ്യപ്പെട്ടു. GCC പൗരർ വർഷം തോറും മറ്റു വിദേശ രാജ്യങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത് $100 ബില്യൺ ആണെന്നും കുവൈറ്റ് സ്വദേശികൾ മാത്രം വർഷം തോറും $12 ബില്യൺ ചെലവഴിക്കുന്നതെന്നും ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി കുവൈറ്റ് ക്യാബിനറ്റ് കാര്യമന്ത്രിയും ആക്ടിംഗ് വാർത്താവിതരണ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ള അൽ മുബാറക് അൽ സബയാണ് വെളിപ്പെടുത്തിയത്. GCC രാജ്യങ്ങൾ ടൂറിസം മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യുവാക്കൾക്ക് ഈ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവാക്കളെ ടൂറിസം മേഖലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ചെറുതും വലുതുമായ വിവിധ പദ്ധതികൾക്ക് സർക്കാരുകൾ രൂപം നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുവൈത്ത് വാർത്താവിതരണ മന്ത്രാലയവും ലീഡേഴ്സ് ഗ്രൂപ്പ് കമ്പനി ഫോർ കൺസൾട്ടൻസി ആൻഡ് ഡെവലപ്മെന്റും സംയുക്തമായി മാർച്ച് 27-28 തീയതികളിൽ കുവൈത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ യൂത്ത് ആൻഡ് ടൂറിസം ഫോറത്തിന് മുന്നോടിയായി ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
യുവാക്കളുടെ കാര്യത്തിൽ കുവൈത്ത് സ്വീകരിച്ചിട്ടുള്ള മാതൃകാപരമായ നിലപാടുകൾ കണക്കിലെടുത്താണ് അറബ് ലീഗ് കുവൈത്തിനെ ക്യാപിറ്റൽ ഓഫ് ദ യൂത്ത് 2017 തെരഞ്ഞെടുത്തിട്ടുള്ളത്. UN നടപ്പിലാക്കി വരുന്ന എംപവർ യൂത്ത് 2030 പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുവൈത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ യൂത്ത് ആൻഡ് ടൂറിസം ഫോറം സെമിനാർ എന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ബഹ്റിനിലെ 200 വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഹോളി ശ്രദ്ധേയമായി. മഴയെ അവഗണിച്ചും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. മനാമയിലെ അൽഹദ്രാമി അവന്യൂവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിവരാറുള്ള ഹോളി ആഘോഷം ശ്രദ്ധേയമായി. വർഷം തോറും നടത്തിവരുന്ന ഈ ആഘോഷത്തിൽ ജാതിമത ഭേദമന്യേ വിവിധ രാജ്യക്കാർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസിഡർ അലോക് കുമാർ സിൻഹയും പത്നിയും മുഖ്യ അതിഥികളായിരുന്നു. ബഹ്റിനിലെ സർക്കാർ പ്രതിനിധികൾ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ, അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഈ ആഘോഷത്തിൽ പങ്കെടുത്തത്. മഴയെ അവഗണിച്ചും തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷം വിശ്വാസികളും മറ്റുള്ളവരും ഒരുമയോടെ ആഘോഷിച്ചു. ബഹ്റിൻ ഭരണാധികാരികൾ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ നൽകി വരുന്ന സഹായ സഹകരണങ്ങൾക്ക് ക്ഷേത്ര ഭാരവാഹികൾ നന്ദി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ചവർക്കായി ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ICBF ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഇന്ത്യൻ എംബസിയുടെ അപ്പെക്സ് ബോഡിയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം ഇന്നലെ വൈകിട്ട് ദോഹ മാരിയറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഇന്ത്യൻ അംബാസിഡർ P. കുമരനായിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥി. ICBF പ്രസിഡന്റ് ഡേവിസ് ഇടക്കളത്തൂരും അംബാസിഡറും ചേർന്നാണ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ഡോക്ടർ സ്മിത അനിൽകുമാർ, റുമൈല ആശുപത്രിയിലെ റീഹാബിലിറ്റേഷൻ യൂണിറ്റിലെ കേസ് മാനേജർ ലിൻഷ ആനി ജോർജ്, ദേശീയ അർബുദ പരിചരണ ഗവേഷണ കേന്ദ്രത്തിലെ കേസ് മാനേജർ രതി പിള്ള, ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ സ്റ്റോർ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ അലി വലഗട്ട്, ഖത്തർ എയർവേസിലെ ഉദ്യോഗസ്ഥനായ CP ഷാനവാസ് എന്നിവരാണ് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിസ്തുലമായ സേവനം കാഴ്ചവെച്ചതിന് ICBF ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരത്തിന് അർഹരായ പ്രവാസി മലയാളികൾ. ICBF അപ്രീസിയേഷൻ പുരസ്കാരത്തിന് മന്നാഗിയും ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വിഭാഗത്തിലെ ഫൈസൽ അൽ ഹുദവിയും അർഹരായി. ഹ്യൂമാനിറ്റേറിയൻ അപ്രീസിയേഷൻ പുരസ്കാരം ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വകുപ്പിനും കമ്മ്യൂണിറ്റി പോലീസിനും ലഭിച്ചു. പൊതുജനാരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ അൽത്താനിക്കും ഹ്യൂമാനിറ്റേറിയൻ അപ്രീസിയേഷൻ പുരസ്കാരം നൽകി. ICBF കാഞ്ഞാനി പുരസ്കാരം ദേവിദാസ് അശ്വിനിക്ക് ഹരീഷ് കാഞ്ഞാനി സമ്മാനിച്ചു. R. സീതാരാമൻ, CV റപ്പായ്, ആനന്ദ് ഹോള എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ICBFന്റെ തീം സോങ്ങും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഖത്തറിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ഖത്തർ. മാനദണ്ഡങ്ങളില്ലാതെ ഗൾഫ് യാത്ര നിരക്ക് അടിക്കടി വർദ്ധിപ്പിക്കുകയും സീസണുകളിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ പ്രവാസി കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് P. ഭവദാസൻ പ്രഖ്യാപിച്ച നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നും ഇത്തരമൊരു ആലോചന തന്നെ പ്രവാസി സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണെന്നും ബഹ്റിനിലെ യാത്രാവകാശ സംരക്ഷണ സമിതി അഭിപ്രായപ്പെട്ടു. കമ്മീഷന്റെ മുഖ്യ അജണ്ടയിലെ ആദ്യത്തേത് വിമാന നിരക്കാണ് എന്നത് സ്വാഗതം ചെയ്യുന്നതായും യാത്രാ സമിതി അറിയിച്ചു. അടുത്തിടെ ബഹ്റിൻ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒട്ടേറെ ജനപ്രതിനിധികൾക്ക് ഇത് സംബന്ധിച്ച് യാത്രാ സമിതി നിവേദനം നൽകുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബഹ്റിനിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഷ്തർ ഗ്രൂപ്പിനെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയ അമേരിക്കൻ നീക്കത്തിന് ബഹ്റിൻ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ ഗ്രൂപ്പിനെ കൂടാതെ ബഹ്റിനിൽ നിന്നുള്ള ഇറാനുമായി ബന്ധമുള്ള തീവ്രവാദ ഗ്രൂപ്പിലെ അഹമ്മദ് ഹസൻ യൂസുഫ്, അൽ സയ്യിദ് മുർത്തദ മജീദ്, റമദാൻ അലവി എന്നിവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ സഹായത്തോടുകൂടി ബഹ്റിനിൽ ഈയിടെ തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെയാണ് നടപടി. ഇത്തരം ഭീഷണികളെ ചെറുക്കാൻ ബഹ്റിനൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. മലപ്പുറം പിടിക്കാൻ പോരാട്ടം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് VS അച്യുതാനന്ദൻ. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടിയുമായും കോൺഗ്രസ് കൂട്ടുകൂടുമെന്നും VS പറഞ്ഞു. മലപ്പുറത്ത് CPM കുഞ്ഞാലിക്കുട്ടിയുമായി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് കുമ്മനം രാജശേഖരൻ. അതിനാലാണ് CPM ദുർബലനായ സ്ഥാനാർത്ഥി രംഗത്തിറക്കിയതെന്നും കുമ്മനം പറഞ്ഞു. BJPയുടെ തോളത്തിരുന്ന് വല്ലതും തരപ്പെടുത്താൻ കഴിയുമോ എന്ന് ആണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ കേടികൂട്ട് ഉയർന്നതോടെ
ഈ സഖ്യം വീണ്ടും കൊടിതട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേർക്കുനേർ ഒരു മത്സരം നടത്താൻ തക്ക വിധത്തിൽ അവിടെ LDF ഒരു സ്ഥാനാർത്ഥിയെ ഗൗരവപൂർവ്വം അവർ ഒരു സീരിയസ് കണ്ടസ്റ്റ് നടത്താൻ തക്ക വിധത്തിലല്ല നിർത്തിയിരിക്കുന്നത്. ഇത് കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പല്ലേ? മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന അണികളെ പിടിച്ചു നിർത്താനാണെന്ന് മുസ്ലിം ലീഗ്. കോടിയേരിയുടെ പ്രസ്താവനയാണ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം. അതോടൊപ്പം 10 മാസക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം, അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ 2 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ച മണ്ഡലത്തിലാണ് ധൈര്യസമേതം കോടിയേരി ഈ പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന് അത് പറയാതിരിക്കാനാകില്ലെന്നായിരുന്നു ലീഗ് ജനറൽ സെക്രട്ടറി KP A മജീദിന്റെ പ്രതികരണം. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരുടെ പാർട്ടി അണികളോ പ്രവർത്തകന്മാരോ ഇപ്പം തന്നെ നിശ്ചലാവും. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് വിലയിരുത്തലാണ് എന്ന് സ്വാഭാവികമായി പറയും. ഞങ്ങൾ ആ വെല്ലുവിളി നേരിടാൻ തയ്യാറാണ്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന വിമർശനത്തെ CPM തള്ളി. സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ മുഖങ്ങളെ കൊണ്ടുവരണം. കുഞ്ഞാലിക്കുട്ടി വളരെ ചെറുപ്പക്കാരനായ KT ജലീലിനോടാണ് തോറ്റുപോയതെന്നുള്ള അനുഭവം നമ്മുടെ മുന്നിൽ. ആഭ്യന്തര വകുപ്പിന്റെ പരാജയവും വിലക്കയറ്റവുമൊക്കെയാണ് പ്രചാരണ രംഗത്ത് UDF ഉയർത്തിക്കാട്ടുന്നത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയും ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന ഭരണ നേട്ടവുമാണ് LDFന്റെ പ്രചാരണ വിഷയം. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഇടവേള.